ഒന്ന് കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ. ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം സ്വാർത്ഥതയല്ല, മറിച്ച് പരസ്നേഹമാണ്. സ്വന്തം താല്പര്യങ്ങൾക്കും അവകാശങ്ങൾക്കും മുൻഗണന നൽകുന്നതിന് പകരം സഹോദരന്റെ ആത്മീയവും ഭൗതികവുമായ നന്മയ്ക്കായി സ്വന്തം സ്വാതന്ത്ര്യം പോലും ത്യാഗം ചെയ്യാൻ തയ്യാറാവുക എന്നതാണ് യഥാർത്ഥ ആത്മീയത എന്നതാണ് ഈ വചനത്തിന്റെ കാതലായ അർത്ഥം. പഴയ നിയമത്തിൽ ഈ സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിന്റെ മനോഹരമായ ദൃഷ്ടാന്തങ്ങൾ കാണാവുന്നതാണ്. അബ്രഹാമിന്റെയും ലോത്തിന്റെയും കന്നുകാലി കൂട്ടർ തമ്മിൽ തർക്കമുണ്ടായപ്പോൾ പ്രായത്തിൽ വലിയവനായ അബ്രഹാമിന് നല്ല പ്രദേശം തിരഞ്ഞെടുക്കാൻ പൂർണ്ണ അവകാശം ഉണ്ടായിരുന്നു. എന്നാൽ അവൻ സ്വന്തം നന്മ നോക്കാതെ ലോത്തിനോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള ദേശം തിരഞ്ഞെടുത്തുകൊള്ളുക. ലോത്ത് നല്ല പ്രദേശം എടുത്തപ്പോഴും അബ്രഹാം അത് സന്തോഷത്തോടെ സമ്മതിച്ചു. ദാവീദിന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം രാജപദവി പോലും തൃണവൽക്കരിച്ച യോനാഥാന്റെ സ്നേഹവും ഇതിന് മറ്റൊരു ഉദാഹരണമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ കാതലായ അർത്ഥം തന്നെ സ്നേഹമാണ്. കൂട്ടുകാരനെ നമ്മെ പോലെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച യേശു അതിന്റെ പരമാവധി അർത്ഥം കാണിച്ചു തന്നു. തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം ആർക്കുമില്ല എന്ന് യേശു തന്നെ പറഞ്ഞിരുന്നു. മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിപ്പാനും തന്റെ ജീവനെ പലർക്കും വേണ്ടി വീണ്ടെടുപ്പ് വിലയായി നൽകുവാനും അത്രേ വന്നത് എന്ന് യേശു പറഞ്ഞിരുന്നു. സ്വന്തം സുഖം നോക്കാതെ മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി യേശു തന്നെ ശൂന്യമാക്കി. വിശുദ്ധ പൗലോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ ഭാഗം ഇവിടെ ഉദ്ധരിക്കുവാൻ കാരണം, കൊരിന്ത്യ സഭയിലെ അറിവുള്ളവർ എന്ന് അവകാശപ്പെടുന്നവർ വിഗ്രഹങ്ങളുടെ മുന്നിൽ വെച്ച മാംസം തിന്നാൻ തങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് വാദിച്ചു. ഇത് കഴിക്കുന്നത് കൊണ്ട് എന്റെ ആത്മീയത തകരില്ല എന്നതായിരുന്നു ആ അറിവുണ്ട് എന്ന് വിചാരിച്ചവരുടെ ചിന്ത. അവർ സ്വന്തം നന്മയും സ്വന്തം സുഖത്തിനും മുൻതൂക്കം നൽകി. എന്നാൽ അവരുടെ ഈ പ്രവൃത്തി കണ്ട് സഭയിലെ ബലഹീനരായ മറ്റു വിശ്വാസികൾ ഇടറിപ്പോയിരുന്നു. വിശുദ്ധ പൗലോസ് അവരെ തിരുത്തുകയാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങളുടെ പ്രവൃത്തി സഹോദരനെ തകർക്കുന്നു. നിങ്ങളുടെ സ്വന്തം ആസ്വാദനവും നന്മയും മാത്രം നോക്കാതെ ആ ബലഹീനനായ സഹോദരന്റെ ആത്മീയ നന്മയെക്കുറിച്ച് കൂടെ ചിന്തിക്കൂ. അവന് വേണ്ടി നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ഉപേക്ഷിക്കാൻ തയ്യാറാകൂ. ഈ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട സത്യങ്ങളും പ്രായോഗിക കർത്തവ്യങ്ങളും ഇവയൊക്കെയാണ്. ഒന്ന്, എനിക്ക് കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിച്ച് നാം ചെയ്യുന്ന പല കാര്യങ്ങളും, ഉദാഹരണത്തിന് നമ്മുടെ പെരുമാറ്റം, സംസാരം, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, ഇവ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തീയമല്ല. രണ്ട്, എന്റെ ചില അവകാശങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ ഒരു സഹോദരന്റെ വിശ്വാസം സംരക്ഷിക്കപ്പെടുമെങ്കിൽ അത് ചെയ്യുവാൻ നമുക്ക് കഴിയണം. മൂന്ന്, മറ്റുള്ളവരുടെ നന്മ അന്വേഷിക്കുമ്പോഴാണ് സഭയിലും കുടുംബത്തിലും യഥാർത്ഥ സമാധാനവും വളർച്ചയും ഉണ്ടാകുന്നത്. ചുരുക്കത്തിൽ, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം സ്വാർത്ഥതയ്ക്കുള്ളതല്ല, മറ്റുള്ളവരെ സേവിക്കാനുള്ളതാണ്. സ്വന്തം താല്പര്യങ്ങളെക്കാൾ സഹോദരന്റെ ആത്മീയ സുരക്ഷിതത്വത്തിന് മുൻഗണന നൽകാം. എന്നീ വചനത്താൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.